വിദേശികൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള H-1B വിസ ഫീസ് കൂട്ടിയതിലെ ആശയക്കുഴപ്പത്തിൽ വ്യക്തത വരുത്തി വൈറ്റ് ഹൗസ്. പുതിയ അപേക്ഷകർക്ക് മാത്രമേ $1,00,000 ഒറ്റത്തവണ ഫീസ് ബാധകമാകൂ. വിസ പുതുക്കുന്നതിനോ നിലവിൽ വിസ ഉള്ളവർക്കോ അധിക ഫീസ് നൽകേണ്ടതില്ല. H-1B വിസ ഫീസ് $1,00,000 ഉയർത്തിക്കൊണ്ടുള്ള നയത്തിൽ ഇന്നലെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. പിന്നാലെ US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് ഇതൊരു വാർഷിക അപേക്ഷാ ഫീസ് എന്ന പരാമർശവും നടത്തി. ഇതോടെ മൈക്രോസോഫ്റ്റും മെറ്റയും ആമസോണും ഉൾപ്പെടെയുള്ള കമ്പനികൾ വിദേശ ജീവനക്കാർ തിരികെ എത്തിച്ചേരണമെന്ന് അറിയിച്ചു. ഇതോടെ യാത്രയ്ക്കൊരുങ്ങാനുള്ള തത്രപ്പാടിലായി പലരും. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനൊരുങ്ങിയവരുടെ എണ്ണം കൂടിയതോടെ ടിക്കറ്റ് നിരക്കും ഉയർന്നു. മണിക്കൂറുകൾക്ക് ശേഷം നിലവിലെ H-1B വിസ ഉടമകൾക്ക് തീരുമാനം ബാധകമാവില്ലെന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പിന്നാലെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ വൈറ്റിന്റെ എക്സ് പോസ്റ്റും അമേരിക്കൻ പൗരത്വ കുടിയേറ്റ വകുപ്പിന്റെ പ്രസ്താവനയും എത്തി. ഇപ്പോൾ H-1B വിസ ഉള്ളവർക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനവും മടക്കവും സാധാരണ പോലെ തുടരുമെന്നും അവർ പുതിയ നിരക്ക് അടയ്ക്കേണ്ടി വരില്ലെന്നും കാരലിൻ ലെവിറ്റിന്റെ എക്സ് പോസ്റ്റിൽ പറയുന്നു. വിസ പുതുക്കലിനും അധിക നിരക്ക് ബാധകമാവില്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഫീസ് ഉണ്ടായിരുന്നതാണ് ഒറ്റയടിക്ക് 88 ലക്ഷത്തിലേറെ രൂപയായി ഉയർത്തിയത്. പ്രതിവർഷം $66,000 വരെ ശമ്പളം ലഭിക്കുന്ന H-1B വിസ ആഗ്രഹിക്കുന്നവർക്കായാണ് കമ്പനികൾ $1,00,000 മുടക്കേണ്ടത്. തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അമേരിക്കൻ IT കമ്പനികളിൽ തൊഴിൽ തേടുന്ന ഇന്ത്യക്കാർ നിരാശപ്പെടേണ്ടി വരും. എന്നാൽ ദേശീയ താൽപര്യത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഇമിഗ്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.